26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. ബ്രഹ്മപുത്രയുടെ തീരങ്ങളിലെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് പുതിയൊരു ആശങ്ക ഉയർന്നിരിക്കുകയാണ്. ടിബറ്റിൽ ചൈന നിർമ്മിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി സജീവമായ ഒരു ഭൂകമ്പ ഫോൾട്ട് ലൈനിന് മുകളിലാണെന്നാണ് ചൈനയുടെ തന്നെ പുതിയ പഠനം മുന്നറിയിപ്പ് നൽകുന്നത്. ചൈന ജിയോളജിക്കൽ സർവേയുടെ പഠനമനുസരിച്ച് സെഡിമെന്ററി ജിയോളജി ആൻഡ് ടെതിയൻ ജിയോളജി ജേണലിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നതാണ് ഈ പുതിയ പഠന റിപ്പോർട്ട്. ഡാമിൻ്റെ റിസർവോയർ പ്രദേശത്തിന് തൊട്ടു താഴെ പൈഷൻ ഫോൾട്ട് എന്ന സജീവ ഭ്രംശരേഖ കടന്നു പോകുന്നു എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഏകദേശം 9500 വർഷം മുൻപ് ഈ ഫോൾട്ടിൽ വലിയ ചലനമുണ്ടായതായി ഗവേഷകർ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഭൗമശാസ്ത്രപരമായി ഇത് അടുത്ത കാലത്തേതാണ്, അതായത് ഫോൾട്ട് ഇപ്പോഴും സജീവമായി തന്നെ തുടരുന്നു. 2017 ഇതേ മേഖലയിലായിരുന്നു 6.9 തീവ്രത രേഖപ്പെടുത്തിയ മിലിൻ ഭൂകമ്പം ഉണ്ടായത്. ഇതിന് തെളിവായി തന്നെ ശാസ്ത്രലോകമെന്ന് ചൂണ്ടിക്കാട്ടുകയാണ്. നിലവിലുള്ള ത്രീ ഗോർജസ് ഡാമിനേക്കാൾ വലിപ്പമുള്ള ഈ പദ്ധതി 2025 ജൂലൈയിൽ ചൈനീസ് പ്രീമിയർ ലീഗ് ചിയാങ് പങ്കെടുത്ത ചടങ്ങോടുകൂടിയാണ് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. യാർലങ് സാങ്പോ നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപുള്ള കുത്തനെയുള്ള ഭാഗത്താണ് ഈ നിർമ്മാണ പ്രവർത്തികളൊക്കെ തന്നെ നടക്കുന്നത്. ഡാമിൽ ദശലക്ഷക്കണക്കിന് ടൺ വെള്ളം നിറയുമ്പോൾ ഉണ്ടാകുന്ന സമ്മർദ്ദം ഫോൾട്ട് ലൈനിനെ കൂടുതൽ സജീവമാക്കുമെന്നും വൻ ഭൂകമ്പങ്ങൾക്ക് കാരണമാകുമെന്നുമാണ് ശാസ്ത്രജ്ഞരുടെ മുന്നറിയിപ്പ്. നേരത്തെ തന്നെ ഭൂമിയുടെ അച്ചുതണ്ടിനെ പോലും ബാധിക്കുന്ന രീതിയിൽ ഇത് മാറിയേക്കുമെന്ന ആശങ്കകൾ ഉയർന്നു കേട്ടിരുന്നു. 2 പ്രധാന ഭീഷണികളാണ് ഇന്ത്യക്കും ബംഗ്ലാദേശിനും മുന്നിലുള്ളത്. ഒന്നെന്ന് പറയുന്നത് സാധാരണ സമയത്ത് ജലക്ഷാമവും മഴക്കാലത്ത് പെട്ടെന്നുള്ള വെള്ളപ്പൊക്കവും ഉണ്ടാക്കും. രണ്ടാമത്തേത് ഭൂകമ്പമുണ്ടായി ഡാം തകർന്നു കഴിഞ്ഞാൽ റിസർവോയറിലുള്ള കോടാനുകോടി ഗാലൻ വെള്ളം അരുണാചൽ പ്രദേശിലേക്കും അസമിലേക്കും ഒരു സുനാമി പോലെ ഇരച്ചിറങ്ങും. ഡൽഹി ആകട്ടെ ഈ വിഷയത്തിൽ നിരന്തരം ചൈനയോട് ആശങ്ക അറിയിക്കുന്നുണ്ട്. ഇതൊരു ആഭ്യന്തര വികസന പദ്ധതി മാത്രമാണെന്നാണ് ബെയ്ജിംഗ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. നദീതട വിവരങ്ങൾ പങ്കുവെക്കുന്നതിലെ സുതാര്യതയില്ലായ്മയാണ് അന്താരാഷ്ട്ര തലത്തിൽ പ്രധാന വിമർശനമായി ഉയരുന്നത്. ചൈനയുടെ സ്വന്തം ശാസ്ത്രജ്ഞർ തന്നെ അപകട സാധ്യത ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യത്തിൽ ഇത് അവഗണിക്കാൻ ബീജിങ്ങിന് കഴിയില്ല എന്ന് വിലയിരുത്തുന്നുണ്ട്. എന്നാലും ഈ നിർമ്മാണ പ്രവൃത്തിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ചൈനയുടെ പ്രതികരണവും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.